ഏജനറ്റ് പരമ്പര സാധ്യതകൾ. ഇരിട്ടിക്കൊരു എക്കോ പാർക്ക് എന്നൊരാവശ്യമായി ഏജനറ്റ് ആരംഭിച്ച സാധ്യത പരമ്പരയിൽ ഒരുപാട് എപ്പിസോഡുകളിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഈ പരമ്പരയിൽ പങ്കെടുത്തു. ഇന്ന് ഈ എക്കോ പാർക്കിൽ രാവിലെ തന്നെ ഇരിട്ടി വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ഒരു സംഗീത വിരുന്നാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ഇരിട്ടി വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ചെയർമാനായ പ്രദീപ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. എങ്ങനെ നമ്മൾ വളരെ ആദ്യമേ സാറ് ഇവിടെ ഒരു സംഗീത ഒരു വിരുന്ന് സംഘടിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് പറഞ്ഞിരുന്നു. അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്താണ് ഈ ഒരു നിമിഷം സാറിന് തോന്നുന്നത്? ഈ നിമിഷം എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇതിനു മുമ്പിൽ ഞാൻ ഇതിൻ്റെ യുവകലാ സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്നിരുന്നു. അന്ന് ഇതിൻ്റെ ഏജനറ്റ് സാധ്യതകൾ പരമ്പരകളുടെ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇരിട്ടിയുടെ ഹൃദയഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതിന് അധികൃതർ അതിനെ വേണ്ട രീതിയിൽ അതിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതകളുടെ ഭാഗമായിട്ട് ഞാൻ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ ഈ ഒരു പരിപാടി നമ്മൾ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ വെക്കാം എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പ്രാഥമികമായിട്ടുള്ള നമ്മളെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്, ഹാർമോണിയം, തബല, വയലിൻ, അത് വെച്ചിട്ട് നമ്മളെ കുറച്ചാൾക്കാർ ഇത് മ്യൂസിക് ഫൗണ്ടേഷനിൽ പാടുന്നവരും അതേപോലെ പാട്ടിൻ്റെ ആസ്വാദകരും ഒക്കെയാണുള്ളത്. അപ്പോൾ അവരെ കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊരു ഈ സാധ്യതകൾ പരമ്പരയിൽ ഒരു കണ്ണിയാകുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെയൊരു സാധ്യത നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ചവിട്ടുപൊടി ആവട്ടെ നമ്മുടെ ഈ പരിപാടി. എല്ലാവരും ഇതിനെ വിലമതിച്ചുകൊണ്ട് അധികൃതർ കണ്ണു തുറക്കട്ടെ എന്നാണ് ഇനി ഈ നിമിഷം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം അത് അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു, എനിക്കിവിടെ ഒരു മ്യൂസിക് ഒരു റിഹേഴ്സലൊക്കെ സംഘടിപ്പിക്കണമെന്ന്. അത് ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നല്ലൊരു പാട്ടോട് കൂടി ആരംഭിക്കാം അല്ലേ? പ്രകൃതിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു പാട്ടോട് കൂടി നമുക്ക് ആരംഭിക്കാം. അത് നമ്മളെ പ്രമോദ് ആലപിക്കുന്നതായിരിക്കും. പ്രമോദ് കമ്പോസറെല്ലാം വായിക്കുന്നതാണ്. അപ്പോൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് പ്രമോദ് ആലപിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗാനമൊക്കെ ആലപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാറിൻ്റെ പേര്? പ്രമോദ് കൈലാസത്തിൽ. എവിടെ വീട്? പെരുവമ്പറമ്പ്, ഇരിട്ടിക്കടുത്ത് തന്നെ. അപ്പോൾ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ഒരു സ്ഥലത്തിൻ്റെ? എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലതാണ്. നാടിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഒരു മനസമാധാനം കിട്ടുന്ന രീതിയിൽ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നവർക്ക് ഒരു 5 മിനിറ്റ് വന്നിരുന്ന് സമയം ചിലവഴിക്കാനുള്ള ഒരു അവസരം ആകും, ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിയാകാൻ, ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞൊരു സന്തോഷമുണ്ട് ഈ വിശ്വശ്രീയുടെ മ്യൂസിക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങുന്ന ഒരു പാട്ടോട് കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു കലാവിരുന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഏത് പാട്ടാണ് പാടുന്നത്? നീലജലാശയത്തിൽ. നമ്മുടെ ഇരിട്ടി പുഴയുണ്ട് ഇവിടെ. അപ്പോൾ പുഴയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്. ഓക്കെ. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂക്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ
ഹൃദയം പൂപ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയം നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി പ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂക്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. താങ്ക് യു. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ നീല ജലാശയത്തെ കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് പാടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏജനറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധ്യതാ പരമ്പരയിൽ നിങ്ങൾ ഇവിടെ വന്ന് നല്ലൊരു ഗാനം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഈ ഓരോ പാട്ടും ഇവിടുത്തെ അധികൃതരിലേക്കുള്ള ഒരു സന്ദേശമാണ്, നമ്മുടെ ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ വളരെ ഗംഭീരമായിട്ട് പാടിയ ഏട്ടന് വളരെ എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ പ്രദീപേട്ടൻ ഒരു പാട്ടൊക്കെ പാടിയില്ലേ? അപ്പോൾ ഇനി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടുമായിട്ട് നമ്മുടെ ഒരു ടീച്ചറാണ് വരുന്നത്. ടീച്ചർ നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചർ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല. ടീച്ചർ നമുക്ക് ഇവിടെ നോക്കാന്ന്, ഇവിടെയൊക്കെ വെച്ചോ. ആദ്യം ടീച്ചറുടെ പേര്? ലത ടീച്ചർ. എവിടെ വീട്? പരിക്കളത്താണല്ലേ? ഏത് സ്കൂളിലായിരുന്നു? ഞാൻ കുറേ ഗവൺമെന്റ് സ്കൂളായതുകൊണ്ട് സ്വാഭാവികം കുറച്ചേ സ്കൂളുണ്ട്. വിരമിച്ചത് പെരുമ്പള്ളി. നുച്ചാട് മാത്രമൊക്കെ ജോലി ചെയ്തു. അപ്പോൾ ഇരിട്ടിയിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പാർക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഈ ഒരു സ്ഥലം, ഇത് സാധ്യത പരമ്പരയാണ്, അധികൃതരിലേക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു മഹിമ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരമ്പരയാണ്. ഇവിടെ വന്നപ്പോൾ ഇത് സ്ഥലം കണ്ടപ്പോൾ മാഡത്തിന് എന്താണ് തോന്നുന്നത്? മനോഹരമായ നല്ല കുളിർമയുള്ള, സ്വാഭാവികമായും പ്രകൃതിയുടെ ഒരു കുളിർമ തരുന്ന സ്വസ്ഥമായൊരു സ്ഥലം. പ്രത്യേകിച്ച് ഇനി ചൂടൊക്കെ കൂടി വരുന്ന ഒരവസരത്തിൽ ഇത്തരം പരിപാടികളൊക്കെ നടത്താൻ വളരെ യോജിച്ച ഒരു സ്ഥലം. ഇതൊരു എക്കോ പാർക്കാകും, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത വിധത്തിൽ നല്ലൊരു പാർക്കായി മാറണമെന്നൊരു ആഗ്രഹത്തോടു കൂടി. ഏത് പാട്ടാണ് പാടുന്നത്? മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ. മാണിക്യ വീണയുമായി അല്ലേ? അപ്പോൾ ടീച്ചറുടെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമുക്ക് ഇവിടെ ആസ്വദിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ അധികൃതരിലേക്കുള്ള ഒരു സന്ദേശമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ മഹിമ എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരമ്പരയാണ്. അപ്പോൾ ടീച്ചർ തുടങ്ങാം. മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ
കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കിലും എന്തിനാണീ മൗനം എന്നടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കിലും എന്തിനാണീ മൗനം മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ നിൻമുഖത്തെങ്ങോ മറഞ്ഞോര പുഞ്ചിരി എന്നിനി കാണും ഞാൻ നിൻമുഖത്തെങ്ങോ മറഞ്ഞോര പുഞ്ചിരി എന്നിനി കാണും ഞാൻ മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു. വൗ, അപ്പോൾ ടീച്ചർ പോലെ അപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ് പാടിത്തന്നത്. അപ്പോൾ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പോൾ പ്രേക്ഷകരുടെ രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ ടീച്ചർക്ക് നല്ലൊരു പ്രോത്സാഹനം, നല്ലൊരു കൈയടിയും കൊടുക്കുക. അപ്പോൾ ടീച്ചറെ, അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു പാട്ടൊക്കെ പാടി, അപ്പോൾ ഇനി വരുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ വരുന്ന ആളുകളിൽ ഇതൊരു നല്ലൊരു എക്കോ പാർക്കായി മാറി ഇവിടെ നല്ല കലാസന്ധ്യകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത് ആരാണ് വരുന്നത്? വളരെ മാലിന്യമായി കിടന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇരിട്ടി ബസ് സ്റ്റാൻഡിന് പുറകിലുള്ളത്. അതിപ്പോൾ വളരെ ഭംഗിയായി നമ്മുടെ നഗരസഭയിലെ ഈ തൊഴിലാളികൾ ഇവിടെ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിശ്വശ്രീയുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ അവരവിടെ ഇവിടെ വന്ന് ഇത് ആസ്വദിക്കണം ഓടിയാണ് വന്നത്. അപ്പോൾ ഏട്ടൻ്റെ പേര്? അനിൽകുമാർ. ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ട്? ഇത് നമ്മളൊരു പാർക്കാക്കി മാറ്റി കഴിഞ്ഞാൽ ഇത്ര ആസ്വദിക്കാൻ പറ്റിയ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പിറകിൽ ഇത്രയൊരു നല്ല സ്ഥലം ഈ ഇരിട്ടി നഗരസഭയിൽ തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു പാർക്കായി മാറും തീർച്ചയായും. ഞങ്ങളെ ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ സാറ് 2 ദിവസം മുന്നേ ഇവിടെ വന്നു, ഇത് കണ്ടു, ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു. അതുപ്രകാരം ഇന്നാണ് ഞങ്ങൾ വർക്ക് തുടങ്ങിയത്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഇത് ക്ലീൻ ആക്കി തരും. അതായത് തീർച്ചയായും 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ മാലിന്യം മുക്തമാക്കിയിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കോ ഒരു മാലിന്യവും ഇല്ലാതെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ക്ലിയർ ആക്കും. ഇന്നാണ് വർക്ക് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കാഞ്ഞിലേരി, കരേറ്റ കാഞ്ഞിലേരി. പാട്ടൊക്കെ പാടുമോ? പാട്ട് പാടാൻ കഴിവ് കുറവാണ്. ആണോ? എന്നാൽ നമുക്ക് അവരെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിക്കാം. ആണല്ലേ? അത് പാടിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഏട്ടൻ്റെ ഈ ഒരു പ്രയത്നത്തിന് വളരെ അധികം നന്ദി ഏജന്റും അതുപോലെ തന്നെ നമ്മുടെ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അങ്ങനെ പോയാൽ മതി. ഇത് കഴിഞ്ഞ് ഇത് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിട്ടൊക്കെ നമുക്ക് ഈ ക്ലീനിങ് പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഷാജിയേട്ടൻ, അപ്പോൾ ഏത് പാട്ടാണ്? ഞാനൊരു ഹൃദയവാഹിനി പ്രിപ്പയർഡ് അല്ല, എന്നാലും ഹൃദയവാഹിനി. എങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഈ സ്ഥലം? വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പണ്ട് കളിച്ചാണ് സ്ഥലമാണ്. പക്ഷെ ഇത്രയും ഭംഗിയാവുന്നത് ഇപ്പം കാണുന്നത്, കുറേ കാലം കൊണ്ട് കാണുന്നതാണ്. ഇത്രയും ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുന്നത് ഇപ്പോഴാണ്. ഓക്കെ. അപ്പോൾ ഏട്ടൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അധികൃതർ കേൾക്കട്ടെ. അപ്പോൾ നല്ലൊരു ഗാനവുമായി നമ്മുടെ ഷാജിയേട്ടൻ. ഓക്കെ. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ, മധുര സ്നേഹ തരംഗിണിയാ. ഹൃദയവാഹിനി ഒഴുകുന്നു നീ
മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ ഗോപുര നിഴലിൽ കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി അച്ഛനാം മെരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അച്ഛനാം മെരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അടുത്ത തലമുറ കടലായിരമ്പി ആവേശമാർന്നൊലി തുള്ളിത്തുളുമ്പി മുന്നോട്ട് മുന്നോട്ട് സ്നേഹപ്രവാഹിനി മുന്നോട്ട് മുന്നോട്ട് ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി ബന്ധനമെന്നത് തടവാണെങ്കിലും ബന്ധുരമാണതിന്നോർമകൾ പോലും ബന്ധനമെന്നത് തടവാണെങ്കിലും ബന്ധുരമാണതിന്നോർമകൾ പോലും നാളെ പുണരാൻ മുന്നോട്ടൊഴുകും ഇന്നലെ പിന്നിൽ തേങ്ങിയതും മുന്നോട്ട് മുന്നോട്ട് സ്നേഹപ്രവാഹിനി മുന്നോട്ട് മുന്നോട്ട് ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാഹിനി ഒഴുകുന്നു നീ ഒഴുകുന്നു നീ ഒഴുകുന്നു നീ. അപ്പോൾ ഷാജിയേടാ അടിപൊളി ഹൃദയവാഹിനി ഗംഭീരം നല്ലൊരു പ്രോത്സാഹനം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ കയ്യടിയാണ് ഏതൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഷാജിയേട്ടൻ വളരെ ഭംഗിയായി പാടി. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ നമുക്കിത് എക്കോ പാർക്കാക്കി മാറ്റി തരട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ സ്ഥലം വളരെ ഭംഗിയായി വൃത്തിയാക്കി ഇത്രയും യോജ്യമാക്കിയ നമ്മുടെ നഗരസഭയിലെ ഒരു അംഗമാണ് ഇങ്ങോട്ട് വരുന്നത്. അവർ അടിപൊളി നല്ലൊരു പാട്ട് ഗായകനും കൂടിയാണ്. എന്നാലും ഒരു ആഗ്രഹം, ഒരു പാട്ട് നമുക്ക് വേണ്ടി നമ്മുടെ സാധ്യതാ പരമ്പര നമ്മുടെ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷന് വേണ്ടി നല്ലൊരു പാട്ട് വരുത്ത കണ്ടില്ല. എന്തൊരു എളിമയോടെ കൂടിയാണ്. കാരണം ഞാൻ ഒരു പാട്ട് കേട്ടപ്പോൾ അവിടെ നിന്ന് വളരെ മനോഹരമായി ഓടി വേഗം വന്നു ഫോണൊക്കെ എടുത്ത് ഇവർ ഷൂട്ടൊക്കെ ചെയ്യായിരുന്നു. എന്താ പേര്? മനോജ്. എവിടെ വീട്? മട്ടന്നൂർ കാരവരാവൂർ. മട്ടന്നൂർ. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലം? നല്ല സ്ഥലമാണ്. ടൂറിസം മേഖലയ്ക്ക് നല്ല മുതൽക്കൂട്ടാവുന്ന സ്ഥലമാണെന്ന് കാണുമ്പോൾ അറിയാം. അതുപോലെ ഇനി വരുന്ന തലമുറക്കും ഇത് ഉപകാരപ്രദമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ പ്രവർത്തനത്തിന് പ്രത്യേക നന്ദി അഭിനന്ദനവും പറയുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ ഈ ഒരു പരമ്പരയിലെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ വിശ്വശ്രീ മ്യൂസിക്കിലെ അംഗങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു പാട്ട്. ഒരു കവിതയാണ്. കവിതയാണ്. ഓക്കെ, ഇത് ഏത് ഏത് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു
എൻ്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മഹൃദയത്തിലൊരു കൂടു തന്നു, ആത്മഹൃദയത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. കനവിൻ്റെ ഇതളായി നിന്നെ വർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും. കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിലടിയുന്നതേ നിത്യസത്യം. താങ്ക് യു. അടിപൊളി, ഗംഭീരമായിട്ട് പാടി. അപ്പോൾ ജോലിക്കിടയിലും നല്ലൊരു കലാകാരനാണ്, പാട്ടിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു നല്ലൊരു പാർക്കായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അവർ അവിടെ ജോലി തുടരട്ടെ. കാരണം ജോലിക്കിടയിലാണ് അവർ ഇവിടെ വന്നത്. നാളെ കൊണ്ട് തീർക്കണം. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇത് ഫുൾ ക്ലീൻ നമ്മുടെ എക്കോ പാർക്ക്. ഓക്കെ, 5 പേരുണ്ട്. 5 പേര് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന 5 പേരുടെയും പേര് ഒന്ന് പറയണം. എൻ്റെ പേര് അനിൽകുമാർ. പിന്നെ ഞങ്ങൾ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ല, രാജീവൻ സാർ വന്നു, എന്നോട് പറഞ്ഞു, എനിക്ക് കാണിച്ചു തന്നു, എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം തന്നു. 2 ദിവസം ഞങ്ങൾ തീർച്ചയായും മാലിന്യ കൂമ്പാർ ഞങ്ങൾ ഡ്യൂട്ടിയോ സമയം ഒന്നും നോക്കില്ല. ഡ്യൂട്ടി സമയം നോക്കാണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾ സാറിന് കൈമാറും. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്യും. ഇതിനൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? സുധീഷ്. എവിടെ വീട്? കേളകം. എങ്ങനെ എവിടെ സ്ഥലം? നല്ല സ്ഥലമല്ലേ, ഗംഭീരമാണ്. ഏറ്റവും നല്ലൊരു പാർക്കിനായിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നല്ല വെയിലില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. തീർച്ചയായിട്ടും ഒരു പാർക്കായി മാറണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടത്തെ ഈ ഒരു പാർക്ക് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഒരു ഫസ്റ്റ് ഇവിടെ ഒരു മ്യൂസിക് സന്ധ്യ, മ്യൂസിക് കലാവിരുന്ന് ഒരുക്കിയിരിക്കുന്നത് വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷനാണ്. അപ്പോൾ അവരെ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരാണ് ഇതിനുള്ള ഒരു അവരാണ് നിങ്ങളെ ഓടിച്ച് ഇവിടെ മാലിന്യക്കൂമ്പാരത്തിലെ മാണിക്യം എന്നൊക്കെ പറയാം. ഓക്കെ, വളരെ ആവേശത്തിലാണ്. എന്താ മോളെ പേര്? അനാമിക. ഈ സ്കൂളിലാണ് പഠിക്കുന്നത്? കീഴൂർ. എവിടെ വീട്? കീഴൂർ. മ്യൂസിക് പഠിക്കുന്നുണ്ടോ? മ്യൂസിക് കുറച്ചാലും പഠിച്ചു. ഇവിടെ വന്നിട്ട് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ മോക്ക് എങ്ങനെ തോന്നി? നല്ലൊരു സ്ഥലമാണ്, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഇതൊരു പാർക്കായി മാറും. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ടാണ് മോള് പാടുന്നത്? വെണ്ണില ചന്ദനക്കിണ്ണം അല്ലേ? ഓക്കെ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം.
ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം. പിലി നീത്തുന്ന കോലമയിലായി മുകിലോടുന്ന വീട്ടിലൊളിക്കാം. സ്വർണ്ണമീനായി നീന്തി തുടിക്കാം. വഞ്ചിപ്പാട്ടിൻ്റെ വിണ്ണിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ. കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. കണ്ണാരം പൊത്തിക്കളിക്കാം. മണ്ണപ്പം ചുട്ടു വിളമ്പാം. ചക്കരമാവിൻ ചോട്ടിൽ കൊത്തങ്കല്ലാടാമെന്നും ആലിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം. നാളെ കിന്നരക്കുരുവിക്ക് ചോറൂണ്. പിന്നെ അണ്ണാറക്കണ്ണന് പാലൂട്ട്. ദൂരെ അപ്പൂപ്പൻ താടിക്ക് കല്യാണം. കുട്ടി നായ്ക്ക് നീരാട്ട്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ. കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളെ അനാമിക മോള് നല്ലൊരു പാട്ടാണ് പാടിയത്. നമ്മളെ മമ്മൂട്ടിയുടെ സിനിമ അല്ലേ, മമ്മൂക്കാൻ്റെ അടിപൊളി ഗംഭീരം. ഇപ്പോൾ എല്ലാവിധ ആശംസകളും മോക്ക് നേരിയാണ്. ഇതിലൊക്കെ പാർക്കായി മാറും അല്ലേ? ഹലോ സാർ നമസ്കാരം. എന്താ പേര്? ബൈജു. ബൈജു. എവിടെ വീട്? വീട് വെട്ടിയാണ്. വെട്ടിയറ. എങ്ങനെ ഇവിടെ നമ്മുടെ ഈ ഒരു അന്തരീക്ഷവും ഈ സ്ഥലവും? അത് മനോഹരമായ സ്ഥലമാണ്. നമ്മളത് കളിച്ചു കളയുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ കൂടി ഇതിൽ കൂടി കടന്നാൽ നമ്മളെ നാട്ടിലേക്കുള്ളൊരു വഴിയും കൂടിയായിരുന്നു. തുരുത്താണ്. അത്രയും മനോഹരമായ സ്ഥലം. ഇതൊരു നല്ല രീതിയിൽ തന്നെ എക്കോ പാർക്കായി മാറണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. ഓക്കെ, അത് അധികൃതർ കേൾക്കട്ടെ. അവരുടെ കണ്ണു തുറക്കാൻ വേണ്ടി ഏതൊരു പാട്ടാണ് പാടുന്നത്? ഞാൻ സാഗരങ്ങളിൽ ഒരു സാഗരങ്ങളിൽ നിന്നുള്ള ഗംഭീരമായിട്ടുള്ള പാട്ട്. ഓക്കെ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പോരു നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ ആ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോ മെല്ലെ തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാ ഏകതാരയിൽ ആ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു. കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു. ഈ നദിതൻ മാറിലാരുടെ കൈവിരൽ പാടുകൾ പുണരുന്നു. മെയ്
തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാ ഏകതാരയിൽ ആ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. അപ്പോൾ അടിപൊളി, ഗംഭീരം. അപ്പോൾ അധികൃതരുടെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഗരങ്ങളെ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഇതൊരു പാർക്കായി മാറും. ഉറപ്പായിട്ട് മാറും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ കേട്ടു. അപ്പോൾ അതിന് ശേഷം ഇപ്പം നമ്മൾക്കൊരു കൊച്ചു കലാകാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പം മോൻ ഇപ്പോൾ വയലിനാണല്ലേ? അപ്പോൾ ഒരു സോളോ പെർഫോമൻസ് ഗംഭീരമായിരിക്കും. എന്താ മോൻ്റെ പേര്? ദേവാനന്ദ്. ദേവാനന്ദ്. ഈ സ്കൂളിലാ? GHS പടിയൂർ. പടിയൂർ. വീട് പടിയൂർ തന്നെ. എത്രാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്സിൽ. വയലിൻ പഠിക്കുന്നുണ്ട്. ആരാണ് ഗുരു? ഗുരു. ഗുരു ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗുരുവിനെ നമുക്ക് നമ്മുടെ ഈ ഒരു സോളോ പെർഫോമൻസിന് ശേഷം നമുക്ക് ഗുരുവിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അടിച്ചുപൊളി, ഗംഭീരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം അടിപൊളിയാ. അടിപൊളി. ഇതിനൊക്കെ പാർക്കായി മാറണ്ടേ? മാറണം. അപ്പോൾ മോൻ്റെ ഈ വയലിൻ്റെ ഈ വായന കേട്ട് അധികൃതരുടെ കണ്ണങ്ങോട്ട് തുറക്കട്ടെ. ഓക്കെ ഓക്കെ. അടിപൊളി, ഗംഭീരം. കിരീടം അല്ലേ? കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ ഗംഭീരമായിട്ട് ചെയ്തു. മോൻ എത്ര വർഷം ഇത് പഠിക്കുന്നുണ്ട്? 3ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. കലോത്സവങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഫസ്റ്റൊക്കെ ജില്ലാതലത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എക്കോ പാർക്കിൽ ഇത് അത്രയും മനോഹരമായി പാടിത്തന്നുകൊണ്ട് മോന് സ്റ്റേറ്റ് ലെവലിലും നല്ലൊരു പെർഫോം ചെയ്ത് ഒരു ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ഏജനറ്റും അതേപോലെ തന്നെ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗുരുവിനെ ഒന്ന് പരിചയപ്പെടണ്ടേ?
ഗുരു മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് പാട്ടൊക്കെ പാടിയപ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് വയലിനൊക്കെ വായിച്ചു തന്നത്. എന്താ സാറിൻ്റെ പേര്? എൻ്റെ പേര് നാരായണൻ. നാരായണൻ. വീട് പടിയൂര്. പടിയൂര് സ്കൂളിൻ്റെ അടുത്ത്. വയലിൻ എല്ലാ കുട്ടികളും ഞാൻ കാരണം ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് കുട്ടികൾ. എത്ര വർഷം? ഞാൻ ഒരുപാട് വർഷമായി. ഞാനൊരു 20 വയസ്സായി. എനിക്കിപ്പോൾ 72 വയസ്സായി. അത്രയും അതിൻ്റെ ഇടയ്ക്ക് ഗപ്പിലുള്ള കാലഘട്ടങ്ങളൊക്കെ ഇതിനു വേണ്ടി കലാകാരന്മാരെ ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് പരിപാടിക്ക് പോയ ആൾക്കാർ. അതെ. അപ്പോൾ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നല്ല സ്ഥലമല്ലേ ഇതൊക്കെ? ഇതിനു മുമ്പേ പാർക്കാവേണ്ട സ്ഥലമല്ലേ? നല്ല സ്ഥലമല്ലേ? ഇവിടെ ഇരിക്കും എന്തോ ഒരു അനുഭൂതിയല്ലേ? നല്ലൊരു സുഖമുള്ള സ്ഥലം. ഗംഭീരമാണ്. ഇത് എന്തായാലും പാർക്കായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കാം. വളർന്നു വരുന്ന പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും വർഷത്തെ ഈ കലാരംഗത്തെ പ്രവർത്തനത്തെ തുടർന്നുണ്ട്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും താല്പര്യമുണ്ട്, ടൈമില്ല, പഠിക്കാനുള്ള ടൈമില്ല. രക്ഷിതാക്കൾ എന്ത് നിർബന്ധിച്ചാലും അവർ പഠിക്കാൻ ഒരുങ്ങുന്നുണ്ട്, പക്ഷേ അവർക്ക് ടൈമില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതെന്ന് കല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും മാത്രമേ കല പഠിച്ചെടുക്കുക. ഏത് കലയായാലും എന്ത് കലയായാലും പഠിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുപോലെ കഷ്ടപ്പെട്ട് നമ്മളെ ജീവിതം തന്നെ അതിന് ഒഴിഞ്ഞു വെച്ചാൽ മാത്രമേ അത് നമ്മൾക്ക് എന്തെങ്കിലും ഹൃദയത്തിലെത്തുള്ളൂ. ഒരുപാട് തരം കലകളുണ്ട്. എല്ലാ കലകളും പറ്റി 64 തരം കലകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എല്ലാ കലകളും എനിക്കറിയില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് ഒരുപാട് കലകൾ ഉണ്ട്. ഞാൻ മിക്കവാറും ഉപകരണങ്ങളൊക്കെ ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. വയൽ മാത്രം. ഞാൻ ഫ്ലൂട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, കീബോർഡ് വായിക്കും. ഞങ്ങൾ ഒരു കാലത്ത് ഇപ്പോഴല്ലേ ഡാൻസൊക്കെ മ്യൂസിക്കായിട്ട് വന്നത്. ഞങ്ങൾ ലൈവായിട്ട് തന്നെ വായിക്കുന്നത്, ഞങ്ങൾ വെച്ച് വായിക്കുന്ന ആൾക്കാരാണ്. കീബോർഡിനകത്ത് നോട്ടേഷൻ എടുത്ത് ആ നോട്ടേഷൻ പഠിച്ച് ആദ്യം പാട്ടിട്ട് കേൾക്കും. പാട്ടിട്ട് കേട്ട് അതിന് നൊട്ടേഷൻ എടുക്കും, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൊട്ടേഷൻ എടുക്കും. ആ നൊട്ടേഷൻ നോക്കിയിട്ട് പിന്നീട് കീബോർഡിൽ ലൈവായിട്ട് വായിക്കുമായിരുന്നു. അസുഖമൊന്നും ഇന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധ്യതാ പരമ്പരയിൽ നമ്മുടെ ഈ എക്കോ പാർക്കിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുള്ള ഈ യാത്രയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഏത് ഐറ്റാണ് കാണിക്കുക? വയലിൻ തന്നെ അല്ലേ?
അടിപൊളി ഗംഭീരം സാർ. അതിമനോഹരമായിട്ട് തന്നെയാണ് വയലിൻ അടിപൊളിയായിട്ട് വായിച്ചു. അപ്പോൾ ഇതൊരു എക്കോ പാർക്കായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാറാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. എന്തായാലും നമ്മളെ ശ്രമം ബലവത്താവും എന്ന് വിചാരിക്കും, പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ശ്രമം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അടുത്ത നമുക്ക് ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഡോക്ടർ സാറിനെ ഒന്ന് വിളിക്കുകയാണ് നല്ലൊരു പാട്ട് പാടാൻ വേണ്ടി. ഇവിടെ ഇരിട്ടിയിൽ ഏതൊക്കെ സംഘടനകളുണ്ടോ ആ സംഘടനകളിലൊക്കെ അംഗമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ സാറാണ്. അപ്പോൾ സാറ് ഇതിനെക്കുറിച്ച് ഒരുപാട് നമ്മുടെ ഈ പാർക്കിന് വേണ്ടി ഏജാനെറ്റിനോടൊപ്പം ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് സാറും ഉണ്ട്. അപ്പോൾ നാളെ ഇതുവരെയുള്ള പരമ്പരകളിലൊക്കെ സാറിപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ സാറ് നല്ലൊരു ഗായകനും കൂടിയാണ്. നീണ്ട 33 വർഷമായി ഇരട്ടിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞ സാറാണ്. അപ്പോൾ ഏത് പാട്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, സാർ ഒരുപാട് പറഞ്ഞു. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? സ്പെഷ്യലായിട്ട് പറയാന്ന് വെച്ചാൽ ഇതൊരു തുടക്കമാണ്. ഇതൊരു യുണീക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഇരട്ടിയിൽ ഒത്തിരി സംഗീത സഭകളും സംഗീത കൂട്ടായ്മകളുമുണ്ട്, ഒരുപാട് ഓർക്കസ്ട്ര ടീമുകളുമുണ്ട്. അതുകൊണ്ട് ഇതൊരു എക്സാമ്പിളായിട്ട് കണ്ടുകൊണ്ട് നാളെ മുതൽ ഒത്തിരി സംഗീത ഗ്രൂപ്പുകളൊക്കെ ഇവിടെ വരാൻ സാധ്യത. നല്ല തണുപ്പിൽ ഇതുപോലെയൊക്കെ വന്നിട്ട് അൺപ്ലഗ്ഡായിട്ട് കുറച്ച് ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ ഇവിടെ വന്ന് ഇത് ആസ്വദിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ. അതിന് മുൻകൈ എടുത്ത ഏജന്റിന് അകമഴിഞ്ഞ് നന്ദി ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ നമുക്ക് സാറിന് ഏത് പാട്ടാണ് പാടാൻ വേണ്ടി പോകുന്നത്? സ്വന്തം ട്യൂണുള്ള ഒരു പാട്ടാണ്. 1984 കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സംഗീതത്തെ പറ്റി യാതൊന്നും അറിയാത്ത ആളാണ്. പക്ഷേ ട്യൂൺ ഇടുന്നതിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. ഇടയ്ക്കിടെ ട്യൂണുകൾ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ട്യൂൺ ഇട്ടതാണ്. അത് പിന്നീട് ഓർക്കസ്ട്രേഷൻ ആക്കിയിരുന്നു 4-5 വർഷം മുന്നേ. ആ പാട്ടാണ് ഞാൻ പാടുന്നത്. തെന്നല് വന്നത് പാട്ട് പാടാൻ, തേൻകുഴൽ വന്നത് പാട്ടു കേൾക്കാൻ, മാൻമിഴി അവൾ മിഴി മയക്കും മിഴി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി. തെന്നല് വന്നത് പാട്ട് പാടാൻ, തേൻകുഴൽ വന്നത് പാട്ടു കേൾക്കാൻ, മാൻമിഴി അവൾ മിഴി മയക്കും മിഴി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി. തെന്നലുവാനിൽ വീശിടുന്നു തേൻമലരിൻ പുതു സ്വപ്നവുമായി, തെന്നലുവാനിൽ വീശിടുന്നു തേൻമലരിൻ പുതു സ്വപ്നവുമായി, സ്വർണ്ണക്കതിരവൻ ഉയരുമ്പോൾ പൈങ്കിളിയോടൊത്തു ഞാനിരിക്കും. തെന്നലുവാനിൽ വീശിടുന്നു തേൻമലരിൻ പുതു സ്വപ്നവുമായി, സ്വർണ്ണക്കതിരവൻ ഉയരുമ്പോൾ പൈങ്കിളിയോടൊത്തു ഞാനിരിക്കും, പൈങ്കിളിയോടൊത്തു ഞാനിരിക്കും. ലാലല്ല 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 ലാലല്ല. തെന്നല് വന്നത് പാട്ടു പാടാൻ, തേൻകുഴൽ വന്നത് പാട്ടു കേൾക്കാൻ, മാൻമിഴി അവൾ മിഴി മയക്കും മിഴി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി. തങ്കക്കതിരോൻ കൺമുനയാൽ എൻ സഖി മുന്നിൽ നിൽക്കുമ്പോൾ, തങ്കക്കതിരോൻ കൺമുനയാൽ എൻ നിൽക്കുമ്പോൾ, മങ്കതൻ കൂന്തലിൻ മല്ലികയും എൻ കരളിൽ കുളിർ വീശിടുന്നു. തങ്കക്കതിരോൻ കൺമുനയാൽ എൻ സഖി മുന്നിൽ നിൽക്കുമ്പോൾ, മങ്കതൻ കൂന്തലിൻ മല്ലികയും എൻ കരളിൽ കുളിർ വീശിടുന്നു, എൻ കരളിൽ കുളിർ വീശിടുന്നു. ലാലല്ല 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 ലാലല്ല. തെന്നല് വന്നത് പാട്ടു പാടാൻ, തേൻകുഴൽ വന്നത് പാട്ടു കേൾക്കാൻ, മാൻമിഴി അവൾ മിഴി മയക്കും മിഴി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി. മാൻമിഴി അവൾ മിഴി മയക്കും മിഴി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി. മാൻമിഴി അവൾ മിഴി മയക്കും മിഴി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി, അവളുടെ മനസ്സിൽ തേൻ തുള്ളി. അടിപൊളി, ഗംഭീരം, ഒന്നും പറയാനില്ല, വാക്കുകളില്ല. താങ്ക് യു. അപ്പോൾ അന്നത്തെ ആ പഴയ കാലഘട്ടങ്ങളിലേക്ക് ഓർമ്മ പോയില്ലേ? അയ്യോ തീർച്ചയായിട്ടും. അത് ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എൻ്റെ വൈഫിനെ ഞാൻ പ്രേമിച്ചുകൊണ്ട് സമയത്തുള്ള പാട്ടായിരുന്നു. സ്വന്തം ഇത്ര എനർജിയോട് കൂടിയിട്ട് പാടിയല്ലേ? മാത്രമല്ല ഇത് ഞാൻ തന്നെ വരികൾ എഴുതുകയും ചെയ്തിരുന്നു, തമിഴിൽ എഴുതിയിരുന്നു. പാട്ടിൽ വീണതാണ്. അങ്ങനെ ആയിരിക്കാം.
അപ്പോൾ ഓക്കെ, അപ്പോൾ വളരെ നന്ദിയുണ്ട് സാറ് ഈ ഒരു പോരാട്ടത്തിന് ഏജന്റിന്റെ കൂടെ സാറുണ്ട്. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ എക്കോ പാർക്ക് ആയി മാറാൻ വേണ്ടിയിട്ടുള്ള ഏജന്റിന്റെ യാത്രയിൽ ആദ്യത്തെ ഒരു കലാ വിരുന്നാണ് നമ്മുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അധിക സംസാരങ്ങളിൽ പാട്ടുകളാണ് കൂടുതൽ. മനോഹരൻ, എവിടെ വീട്? ഊവപ്പള്ളി. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ, ഈ സ്ഥലം കണ്ടപ്പോൾ ഏട്ടൻ എന്താ പറയാനുള്ളത്? ഇത് ഒരുപാട് നല്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ്. നല്ലൊരു കാറ്റും പുഴേൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു നല്ല സ്ഥലത്ത് എത്രയും പെട്ടെന്ന് പാർക്ക് ആവണമെന്നാണ് ആഗ്രഹം. ചേട്ടൻ്റെ വാക്ക് അധികൃതർ കേട്ട് ഇതൊരു പാർക്കായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏത് പാട്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തരാൻ വേണ്ടി? ഞാൻ മെല്ലെ മെല്ലെ മുഖപടം എന്നല്ല, മെല്ലെ കുറച്ച് പാടാം. ഓക്കെ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിര് കോരി അരികളെ അരുമയായി കുടഞ്ഞാരേ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പൊൻകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആയരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി അരുമയായി കുടഞ്ഞതാരോ. അപ്പോൾ ഓക്കെ, അടിപൊളിയായിട്ട് നമ്മളെ മനോഹരൻ നല്ല പേര് പറഞ്ഞു. മനോഹരൻ ഗംഭീരമായിട്ട് പാടി, അടിപൊളി. അപ്പോൾ ഇതൊരു എക്കോ പാർക്കായി മാറട്ടെ എന്ന് നമുക്ക് പാർക്കായി മാറുകയാണെങ്കിൽ ഞങ്ങൾ മിക്കവാറും പരിപാടി നടത്തും. ഓക്കെ, അപ്പോൾ മിക്കവാറും എല്ലാ പരിപാടികളും ഇവിടെ നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി ഇത് നമ്മുടെ എക്കോ പാർക്ക് യാഥാർത്ഥ്യമാകാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഗായകർക്കൊക്കെ നല്ലോണം തബല വായിച്ചു കൊടുത്ത ഏട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ ഏട്ടൻ്റെ പേര്? പ്രശാന്ത്. ഏട്ടൻ എവിടെ വീട്? പുന്നാട്. പുന്നാടാണ്. എത്ര വർഷമായി നമ്മുടെ ഈ ഒരു ഫീൽഡിൽ?
40-45 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. 40-45 വർഷം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലം കണ്ടത്? ഞാനൊരു അധ്യാപകനാണ്, റിട്ടയർ ചെയ്ത കഴിഞ്ഞ വർഷം മിഥിലമ്മ ഡി പി സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് ഒരുപാട് സ്ഥലത്ത് ടൂറും കാര്യങ്ങളെല്ലാം പോകുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇരിട്ടി ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവർ പറഞ്ഞ പോലെ നേരത്തെ നമ്മളിതെല്ലാം സ്ഥലങ്ങളെല്ലാം വന്ന് കണ്ടതല്ലാണ്. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം എന്തുകൊണ്ട് നമ്മൾക്ക് ഇത് എനിക്ക് എത്ര പ്രശംസിച്ചാലും ഈ ഏജൻറ്റുകാർ നിങ്ങളത് ഏറ്റെടുത്തത് വളരെയധികം എന്താ പറയുക ശ്ലാഘനീയമാണ് നിങ്ങളുടെ പ്രവർത്തനം. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപനമായിട്ട് തന്നെ പല കുട്ടികളും ടൂറിന് എല്ലാ വർഷം ടൂറിപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു 30 വർഷമായിട്ട് അധ്യാപനമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ അടുത്തുള്ള കുട്ടികൾക്ക് സ്കൂളിലെ കുട്ടികൾക്കെല്ലാം വരാനും പാർക്ക് വളരെ എന്ന് പറഞ്ഞാൽ വളരെ സജീവമായിട്ട് കുട്ടികൾക്ക് എല്ലാ ഇതിലും കുട്ടികളെന്നല്ല എല്ലാവർക്കും പറ്റും. ഇപ്പം നമ്മളെല്ലാം പല ദിക്കിലും ടൂറിനെല്ലാം പോകുമ്പോൾ പല ദൂര സ്ഥലങ്ങളിൽ പോകണം. അപ്പോൾ ഇത്ര അടുത്ത് ഇങ്ങനൊരു സ്ഥലം ഉള്ളതും വളരെ അധികം സാധ്യതകളിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഏജൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. അതോടൊപ്പം ഈ മ്യൂസിക് ഫൗണ്ടേഷൻ, വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ അവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. തീർച്ചയായും 100%. ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചും ഇത്രയും ചൂടിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു തണുപ്പ് ഒന്നും അറിയുന്നില്ല, ഒരു AC ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ച വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പ്രത്യേകിച്ച് ഏജൻറ്റുകാർക്ക്, എനിക്ക് ഏജൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇങ്ങോട്ടൊന്നും കിട്ടില്ല, എൻ്റെ വീട് പുന്നാടാണ്. പക്ഷേ ഉളിക്കൽ ഭാഗത്തും അങ്ങോട്ടെല്ലാം ഇവിടെയെല്ലാം കിട്ടുന്നുണ്ട്, ഇവിടെ ഇരിട്ടിയെല്ലാം കിട്ടുന്ന എനിക്ക് തോന്നുന്നു. അതെ ആയിക്കോട്ടെ, അതെ ഓക്കെ. അപ്പോൾ എല്ലാ ദിക്കിലും എത്തട്ടെ. അപ്പോൾ നമുക്കൊരു ഇത് വലിയൊരു പാർക്കായി മാറിയിട്ട് വീണ്ടും ഇവരെല്ലാം പറഞ്ഞ പോലെ നല്ലൊരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാം. ഓക്കെ സാറേ, താങ്ക് യു എന്ന് പറഞ്ഞ് പോകുന്നില്ല, ഒരു നല്ലൊരു പെരുപ്പിച്ചൊരു കൊട്ടലും കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ, ഒരു താളത്തിലല്ലേ, എന്നാലും നമുക്കൊരു എനർജി ആവും. വായിച്ചപ്പോൾ ഇത് പോയത് സാറിന് ഇഷ്ടമുള്ളത്. അടിപൊളി, ഗംഭീരം. അപ്പോൾ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇത് അധികൃതർ ഏറ്റെടുത്ത് തീർച്ചയായും നമുക്ക് ആശംസിക്കാം. 100% എല്ലാ സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവും. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ, ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇത് എന്തായാലും യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഏജന്റ്. ഇനി നമുക്ക് നമ്മുടെ ഹാർമോണിയോ ഉണ്ട്, ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടാം. പരിപാടി തുടങ്ങിയതിന് ശേഷം മുതൽ നിൽക്കുകയാണല്ലേ, ഇരുന്നിട്ടില്ല. സാരില്ല. എന്താ ഏട്ടൻ്റെ പേര്? എൻ്റെ പേര് വിജയൻ. വിജയേട്ടൻ എവിടെ വീട്? എൻ്റെ താമസം ഇപ്പോൾ കേളകത്താണ്. കേളകത്താണ് ഇപ്പോൾ വരുന്നത്. കേളകത്താണ് നമ്മുടെ ഇരിട്ടി എക്കോ പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാറോട് എത്തിയിരിക്കുന്നത്. എത്ര വർഷമായി നമ്മുടെ ഈ ഒരു കലാരംഗത്ത്? ഞാൻ ഈ ഫീൽഡിൽ വർഷങ്ങൾ കുറേ ആയെങ്കിലും ബത്തേരിയിലായിരുന്നു. അപ്പോൾ എൻ്റെ ലെജൻഡായ എൻ്റെ സംഗീത ഗുരുക്കന്മാരുടെ കൂടെ നടന്നുള്ള പ്രാക്ടീസാണ് കൂടുതലും. അല്ലാതെ ഞാൻ വലിയൊരു സംഗീതജ്ഞനോ മറ്റുള്ള അറിവുകളും പഠനങ്ങളൊക്കെ കുറവാണ്. പക്ഷേ വർഷങ്ങൾ ധാരാളം ഇതിൻ്റെ പിന്നിൽ നടന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒഴിച്ചുകൂടാൻ പറ്റൊരു ഉപാധി പോലെയാണ്. എന്ത് ത്യാഗം കഴിച്ച് ഞാൻ ഇതിന് ഓടിയെത്തും. ഇപ്പം ഈ ഹാർമോണിയം മാത്രമാണല്ലോ? ഹാർമോണിയം പോകും, പിന്നെ അത്യാവശ്യം ഗാനമേളയ്ക്ക് മെലഡിയൊക്കെ പാടും. അങ്ങനെയൊക്കെയുള്ള അടിപൊളി പാട്ട് പാടും അല്ലേ? എങ്ങനെ നമ്മളെ ഈ ഒരു സ്ഥലം വന്ന് കണ്ടപ്പോൾ ഈ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് വൈകിപ്പോയാലുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. വൈകിപ്പോയാലുള്ള ദുഃഖം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം. പിന്നെ എന്നെ ഇതിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷനും പിന്നെ നിങ്ങളുടെ ചാനലുകാർക്കും മറ്റ് എൻ്റെ കൂടെ കൂടിയ എല്ലാ കലാകാരന്മാർക്കും വളരെയധികം നന്ദി അറിയിച്ചു. എല്ലാവരും ഓടിയെത്തി ഇത് വളരെ ഭംഗിയാക്കി തീർത്ത് ഇത് മുന്നോട്ട് കുതിപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിക്കെ ഇത് വായിച്ചു കൊണ്ടൊരു പാട്ടായാലോ? അല്ലെങ്കിൽ അല്ലേ, മൈക്കൂടെ മൈക്കൂടെ. അപ്പോൾ വളരെ മനോഹരമായിട്ട് നല്ലൊരു ഗായകനെയും കൂടിയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ. അടിപൊളി നല്ലൊരു ഹാർമോണിയോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗായകൻ കൂടിയാണ്. അപ്പോൾ തുടങ്ങാം, ഒന്ന് പൊലിപ്പിക്കാം. അപ്പോൾ എല്ലാവരും നല്ലൊരു കയ്യടി, നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, നല്ല ഗംഭീരമായിട്ട്. ശ്യാമാംബരം നീളെ മണിമുകിലിൻ ഉള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ
ചന്ദ്രകാന്തക്കല്ല് ശ്യാമാംബരം സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതു സുവർണ്ണ താരകം സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതു സുവർണ്ണ താരകം സ്വർഗവാതിൽ കിളിത്തേടി തീരാത്തെ മൊഴികൾ നാദം നാദം മൃദുവായി പൊഴിയും നിലവിൽ പോലും മെല്ലെ കേട്ടു കേട്ടാൽ മനവലിയും ഹൃദയമന്ത്ര ചിന്ത മെല്ലെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത ശ്യാമാംബരം ചിത്രാങ്കണത്തിലെ കാവിൽ പൊന്നാളമാടി നിന്നു കാടാറുമാസ പൊരുളിലും നാടാറുമാസമായി ചിത്രാങ്കണത്തിലെ കാവിൽ പൊന്നാളമാടി നിന്നു കാടാറുമാസ പൊരുളിലും നാടാറുമാസമായി പുതുമിന്നൽ കൈവളക്കാർത്തി രാഗോന്മാദിനികൾ നാദം നാദം സുരഭി മന്ത്രം തെളിയും പോലെ അരികെ കണ്ടു കണ്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത അരികെ കണ്ടു കണ്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത ശ്യാമാംബരം നീളെ മണിമുകിലിൻ കുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല് ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല് ശ്യാമാംബരം അപ്പോൾ ഗംഭീരമായിട്ട് നമ്മളെ ഹാർമോണിയം വായിച്ച് നല്ലൊരു പാട്ടാണ് പാടിത്തന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നമുക്കിതൊരു എക്കോ പാർക്കായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും എന്താണ് അധികൃതരോട് പറയാനുള്ളത്? എന്താ ഞാൻ പറയാ, ഞാൻ പറഞ്ഞില്ല ഇത് വൈകിപ്പോയാലുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. ഇനിയും വൈകാൻ പാടില്ല. ഇല്ല, വൈകാൻ പാടില്ല. ഇതൊരു കുതിപ്പാണ്. എല്ലാവരുടെ കൂട്ടായ്മ, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പം തന്നെ ഇതൊരു തുടക്കമാണല്ലോ, നല്ല തുടക്കമാണല്ലോ. എല്ലാ ആശംസകളും. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു ഗായകൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ് നമ്മളെ പേര് പറഞ്ഞേ? എൻ്റെ പേര് ബാബു. ബാബുവേട്ടൻ. എവിടെ വീട്? വീട് കീഴൂര്. കീഴൂരാണ്. പാട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പാടും. അത്യാവശ്യം ഇങ്ങനെ. എങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ സ്ഥലം കണ്ടപ്പോൾ എന്താ പറയേണ്ടത്, ആദ്യമായിട്ട് ഏജനറ്റിന് വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ വക എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരിട്ടിയുടെ എന്താ പറയുക ഹൃദയഭാഗത്ത് തന്നെ ഇത്രയും സ്ഥലം ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരു ഇക്കോ പാർക്കിന് സാധ്യതയല്ല, അതിലേറെ നമ്മൾ ഒരുപാട് വൈകിപ്പോയോ എന്നുള്ളൊരു തോന്നലുണ്ട്. എല്ലാവരും അതെ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇനിയും വഹിക്കാൻ പാടില്ല, ഇനിയും പാടില്ല. അതിനുള്ളൊരു നെട്ടോട്ടത്തിലാണ് നമ്മൾ. അതെ, അതിൽ നമ്മളും ഭാഗവാക്കാവുന്നു. നിങ്ങളെല്ലാ പ്രവർത്തനത്തിലും
വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ എല്ലാ മെമ്പർമാരും ഉണ്ടാവും എന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, ഏത് പാട്ടാണ് പാടുന്നത്? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി. നമ്മുടെ മോൻ മനോഹരമായി ഈ വയലിൽ തീർത്ത അത്രത്തോളം പാടാൻ ആവും തോന്നുന്നില്ല, എന്നാലും ഞാൻ ശ്രമിക്കുകയാണ്. കിരീടം ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണല്ലേ? അതോ കിരീടിലെ പാട്ട് തന്നെ തിരഞ്ഞെടുത്തു? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടി മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടി മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടി മുങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു. ദൂരെ ഉള്ളോക്കുടം തേനുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടി മുങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു. ആരെയോ തേടിപ്പിടഞ്ഞു. കാറ്റും ഒരുപാടു നാളായലഞ്ഞു. പൂന്തന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങുന്ന മൗനം എങ്ങോ ഉള്ളോർക്കുടം പോലെ വിങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടി മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഗംഭീരമായിട്ട് പാടി. അപ്പോൾ നമുക്കിതൊരു എക്കോ പാർക്കായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതെ, നിങ്ങളുടെ ഈ ഒരു പാട്ട് നമ്മുടെ അധികൃതരിലേക്കുള്ള നമ്മുടെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ ഈ പരമ്പര മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാ സപ്പോർട്ടുകളും കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന്. അപ്പോൾ നമ്മുടെ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷന്റെ ചെയർമാൻ ഇപ്പോൾ നമ്മോട് ഒരു നല്ലൊരു ഗാനം ആലപിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ലൊരു പാട്ടിലേക്ക് കിടക്കുക. ഏത് പാട്ടാണ് പാടുന്നത്? കുയിലിൻ്റെ മണിനാഥം. കുയിലിൻ്റെ മണിനാഥം പഴയ ഗാനമാണ്. ഇവിടെ വന്ന് കണ്ണടച്ച് നിന്നാൽ ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ നമ്മളെ ചെവിയിലേക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ 2 കുവലയ പൂക്കൾ വിടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു.
വനത്തിൽ നിന്നും മാലാക മണ്ണിലിറങ്ങി മാനത്തെ മായാവനത്തിൽ നിന്നും മാലാക മണ്ണിലിറങ്ങി ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു ആവന്നരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകി പടർന്നു കുയിലിൻ്റെ മണിനാദം കേട്ടു ആരണ്യസുന്ദരി ദേഹം ചാർത്തുമാതിരനൂറ്റല പോലെ ആരണ്യസുന്ദരി ദേഹം ചാർത്തുമാതിരനൂറ്റല പോലെ ഈ കാട്ടുകൂന്നേനരുവി നിന്നും ഇളവയിൽ പൊന്നിൽ തിളങ്ങി ഈ നദി തീരത്തു നീയാ സ്വപ്നമീണമായി എന്നിൽ നിറഞ്ഞു കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ രണ്ട് കുവലയ പൂക്കൾ വിടർന്നു കുയിലിൻ്റെ മണിനാദം കേട്ടു. അടിപൊളി ചെയർമാൻ, അടിപൊളി ഗംഭീരമായിട്ട് തന്നെയാണ് അടിപൊളി കുയിലിൻ്റെ നാദം പാടിയത്. മലിനങ്ങളൊക്കെ കൊണ്ടുപോയി അനാഥമായി നടക്കുന്ന പൈസ യൂണിവേഴ്സിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇതിന് നാഥനില്ലാത്ത പോലെ ഈ സ്ഥലം കിടക്കുന്നത്. അതേസമയം ഇതിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് ഇതൊരു നല്ലൊരു പാർക്കാക്കി കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഉല്ലാസം ഇവിടെ ഉണ്ടാവും. നല്ല കണ്ടീഷനായ ഒരു സിറ്റുവേഷനാണ്, നല്ല കാണാനൊക്കെ നല്ല അതിമനോഹരമായ സ്ഥലം. അതുകൊണ്ട് ഇരിട്ടി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് ഇതൊരു നല്ലൊരു പാർക്കായിട്ട് അംഗീകരിച്ചു കൊണ്ടുവരിക. തീർച്ചയായും നാട്ടിലെ വാക്കുകൾ കൊണ്ടാകട്ടെ, നമ്മുടെ അധികൃതർ ഇത് പാർക്കാക്കി മാറ്റട്ടെ. അപ്പോൾ നല്ല ഈ പരമ്പര പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു തളിർവലയോ താമര വലയോ ആലിപ്പൊൻവലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ വേമ്പനാട്ടുകായൽ കരയിൽ വെയിൽ പീറാവു ചിറകുണക്കും വേമ്പനാട്ടുകായൽ കരയിൽ വെയിൽ പീറാവു ചിറകുണക്കും ചീനവലക്കരികിൽ അരികിൽ ചീനവലക്കരികിൽ ആടിവാ അണിഞ്ഞുവാ പെണ്ണാളെ നാളെ 1000 കാവിൽ നമ്മുടെ താലികെട്ട് 1000 പൂപ്പാലികയിലെ സിന്ദൂരം ചൂടി വരാ പോയി വരാ തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ
അപ്പോൾ വളരെ മനോഹരമായിട്ട് പാടി. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പാർക്കായി മാറട്ടെ എന്ന് നമുക്ക് ഒന്ന് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു. മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ട്രഷറാണ് അല്ലേ? എന്താണ് നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു സ്ഥലം ആദ്യം തന്നെ നിങ്ങൾക്കൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത് ഇവിടെ ഈ ഒരു പാർക്കിൽ ആദ്യമായിട്ട് ഒരു കലാവിരുന്ന് ഒരുക്കിയത് വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷനാണ്. അതിന് ആദ്യം തന്നെ ഏജന്റായിട്ട് നന്ദി അറിയിക്കുകയാണ്. എങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു വർണ്ണവുമായ ഇരിട്ടി പട്ടണത്തിന് തിരക്കുറിയായി മാറട്ടെ ഈ എക്കോ പാർക്ക്. ഇതിനുവേണ്ടി മുൻകൈ എടുത്ത ഏജന്റിനും അതുപോലെ വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷനും ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷാജിയായിട്ട് ഇതിനു മുമ്പ് ഇവിടെ ഒരുപാട് നമ്മുടെ പരമ്പരയിൽ വന്ന ആളാണ്. അപ്പോൾ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ അംഗം കൂടിയാണ്. അതിലുപരി ഇരിട്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി കൂടിയാണ്. അപ്പോൾ ഇരിട്ടിയുടെ സ്പന്ദനം ശരിക്കും തൊട്ടറിയുന്ന ഒരാളാണ്. അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത്? സുഗമ ദേവി. ഈ നമ്മുടെ ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞാണ്. എന്നാലും 2 വാക്ക് അധികൃതരോട് പറഞ്ഞു. അതെ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അടിപൊളി സ്ഥലമാണ്. അത് AC-ൻ്റെ ഒരു ആവശ്യം ഇവിടെയില്ല. ഇത് നല്ല രീതിയിൽ എല്ലാം ക്ലീനാക്കി അടിപൊളിയാക്കിയെങ്കിൽ ഇത് മുന്നോട്ട് നല്ല ജനോപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാട്ട് നമ്മുടെ അധികൃതരിലേക്കുള്ള ഒരു മെസ്സേജാണ്. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ 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 ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ. നിൻ കഴൽ തോടും മൺതരികളും മംഗള നീലാകാശവും, നിൻ കഴൽ തോടും മൺതരികളും മംഗള നീലാകാശവും, കുശലം ചോദിപ്പോ നെറുകിൽ തഴുകി, കുശലം ചോദിപ്പോ നെറുകിൽ തഴുകി, കുളിർമൊഴികളും പനിനീർക്കാറ്റും. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ. അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ചിതമാം പൂപ്പീലിയും, അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ചിതമാം പൂപ്പീലിയും, അഴകിൽ കോതിയ മുടിയിൽ തിരുകി, അഴകിൽ കോതിയ മുടിയിൽ തിരുകി, കളമൊഴികൾ കുശലം ചൊല്ലും, കളമൊഴികൾ കുശലം ചൊല്ലും. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ. താങ്ക് യു. വളരെ ഗംഭീരമായിട്ട് ഷാജിയേട്ടൻ പാടി. ഇനി ആരാ മോളുണ്ടല്ലേ? എന്താ മോളെ പേര്? അലീന പി ബാബു. അലീന പി ബാബു. ഏത് സ്കൂളിലാണ്? ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ. എത്ര ക്ലാസ്സിലാണ്? ഇനി 9ലേക്ക്. ഇനി 9ലേക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട്? നല്ല ആംബിയൻസ്. നല്ലതാണ്. അപ്പോൾ ഇത് എക്കോ പാർക്കായി മാറും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത്? ആരാധിക എന്ന പാട്ടിൻ്റെ പകുതി കുറച്ച്. ഓക്കെ. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത
അലമാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകുത്തു നൽകിടാം കുറുമ്പു കൊണ്ടു മൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കോർത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ പൊൻതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എൻ്റെ നെഞ്ചാകെ നീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയായി ആരാധികേ മഞ്ഞു തീരും വഴിയരികെ. താങ്ക് യു. അപ്പോൾ നല്ല മനോഹരമായിട്ട് പാടി. അപ്പോൾ നമുക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ്. സാറിൻ്റെ പേര്? കുമാരൻ. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് സാർ ഇവിടെ വന്ന് ഈ സ്ഥലമൊക്കെ കണ്ടത്? ശരിക്കും ഇത്രയും ഭംഗിയായ ഈ പ്രദേശം കാണാതെ പോയത് വലിയൊരു നഷ്ടമായി തോന്നി. ഇത്രയും കാലം നമ്മളെല്ലാവരും ഇരിട്ടി പ്രദേശത്ത് വന്നു പോകുന്നവരാണ്. ഇത്തിരി അടുത്ത് ഇത്രയും ഒരു സൗന്ദര്യമുള്ള സ്ഥലമുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് കാശൊക്കെ മുടക്കി പല സ്ഥലത്തും പോയിട്ട് നമ്മളൊക്കെ ടൂറ് കഴിച്ചു വരുന്നു. പക്ഷേ ഇരിട്ടിയിൽ വരുന്നവർക്ക് ഇത്രയും കൊടു ചൂടിൽ അല്പം ഒരു ആശ്വാസം പകരാൻ ഇത്രയും തണുപ്പുള്ള ഇത്രയും സൗന്ദര്യമായ ഒരു സ്ഥലം നമുക്ക് ഇക്കോ പാർക്കായിട്ട് വികസിപ്പിച്ചെടുത്ത് നമുക്ക് വരും തലമുറയ്ക്ക് കൈമാറാനുള്ള അവസരം ഒരുക്കിയ ഏജനെറ്റിനും വിശ്വശ്രീ ഫൗണ്ടേഷനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതൊരു പാർക്കായി മാറും എന്നുള്ള പ്രതീക്ഷ പാർക്കായി മാറണം. അതിനിപ്പോൾ അവർ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകും. അതിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. നമ്മൾ ക്ലീനിങ് ഒക്കെ തുടങ്ങി. തീർച്ചയായിട്ടും മാറും. ഇത് മാത്രമേ ഇതുപോലെയുള്ള ഒത്തിരി പ്രദേശങ്ങൾ ഈ പ്രദേശത്തുണ്ട് നമ്മൾ കാണാതെ. അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ സാറി, താങ്ക് യു. നമ്മുടെ ഇപ്പോൾ ഇത്രയും നേരം ആസ്വദിച്ചത് നമ്മുടെ ഇരിട്ടി വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ അംഗങ്ങളുടെ ഒരു കലാവിരുന്നായിരുന്നു. ഇരിട്ടിക്കൊരു എക്കോ പാർക്കുമായി ഏജനറ്റ് യാത്ര തുടരുമ്പോൾ ഇന്ന് ആദ്യമായി ഈ എക്കോ പാർക്ക്, ഞങ്ങളിപ്പോൾ പേരിട്ട് വിളിക്കുന്ന ഈ എക്കോ പാർക്കിൽ വളരെ ഒരു സംഗീത വിരുന്നാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു ചരിത്രമാവുമ്പോൾ ഇത് ആദ്യം ഇവിടെ പ്രോഗ്രാം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഇരിട്ടി വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ എന്നായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഏജന്റിനോടൊപ്പം സഹകരിച്ച ഇവരുടെ ഓരോ പാട്ടും അധികൃതരിലേക്കുള്ള ഇവരുടെ ആവശ്യങ്ങളാണ് ഇവർ പാടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇത് ഇരിട്ടി എക്കോ പാർക്ക് ഇനിയും കാലതാമസം വരാതെ പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്ന രീതിയിൽ ഇത് സ്ഥാപിക്കണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഇപ്പോൾ നമ്മോട് ഏജന്റിനോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ചരിത്ര സിനിമയായ പഴശ്ശിരാജയിലെ നല്ലൊരു ഗാനത്തോടു കൂടി നമുക്ക് ഇവിടെ നിന്ന് വിടവാങ്ങാം. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനും ഡോളമി മുണ്ടാരനുമൊപ്പം ശ്രീവേഷ്കർ, ഏജനെറ്റ് ന്യൂസ്. ആദിസർഗതാളമാർന്നതിവിടെ ബോധനില പാർക്കറന്നു മാമുനിമാർ തപം ചെയ്തും നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാ ആദിസർഗതാളമാർന്നതിവിടെ വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാ ആദിസ്വർഗതാളമാർന്നതിവിടെ ആരിവിടെ കൂരിരുളിൻ മടക തീർത്തു ആരിവിടെ തേൻ കടന്ന് കൂടു തകർത്തു ആരിവിടെ കൂരിരുളിൻ മടക തീർത്തു ആരിവിടെ തേൻ കടന്ന് കൂടു തകർത്തു ആരിവിടെ ചുരങ്ങ താണ്ടി ചൂളമടിച്ചു ആനകേറാ മാമലതൻ മൗനമുടച്ചു വാനന്റെ മേലെ നീലാകാശം പോലെ
ഇവിടെ ആ